എന്തുകൊണ്ടാണ് 100 ഗ്രാം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എൻ്റെ അഭിപ്രായത്തിൽ. ഈ കുട്ടിക്ക് 2018 തൊട്ട് ഈ വിദേശ കോച്ചാണ്. ചില മത്സരങ്ങൾ നടന്നുകൊണ്ട് ഇപ്പോൾ വിനീഷിൻ്റെ കോച്ചിൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടായിരുന്നു. ആസായിക്ക് നിയമമുണ്ട്. ആ നിയമം എല്ലാവർക്കും അറിയാം, കോച്ചസിനെ അറിയാം, കളിക്കാർക്ക് അറിയാം. അതനുസരിച്ചാണല്ലോ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്തത്. ഈ വിനീഷ് ഫോഗട്ടും കോച്ചും തന്നെ കുറച്ചതിന് ഉദ്ദേശം എന്താണ്, കുറച്ച് കാണിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ദിവസം മാറ്റിയതിന് ശേഷം ആ പ്രകടനമൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. എന്തുമാത്രം വളരെ ഫാസ്റ്റ് ആക്റ്റീവായിട്ട് 6 മിനിറ്റും ആക്റ്റീവായിട്ട് എതിരാളി നേരെ നിർത്താൻ സമ്മതിച്ചില്ല. ഇന്ത്യയിൽ ഞാൻ നോക്കണം 6 വെയിറ്റ് ക്ലാസ്സാണ് ഒളിമ്പിക്സിലുള്ളത്. അതിൽ 5 പെൺകുട്ടികൾ ക്വാളിഫൈ ചെയ്തു, ഇൻ്റർനാഷണൽ ക്വാളിഫൈ ചെയ്തു. ചെറിയ കേസല്ല. 100 ഗ്രാം കുറച്ച് ഇറങ്ങിയിരുന്നെങ്കിൽ ഗോൾഡിന് അർഹയായിരുന്നു വിനീഷ് ഫോഗട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം. പാരീസ് ഒളിമ്പിക്സിൽ വനിതാ ഗുസ്തി മത്സരത്തിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് വിനേഷ് ഫോഗട്ടിൻ്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നത്. ഈ ഒരു വിഷയം ഇപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി ജനറൽ ആയിരുന്ന VN പ്രസൂദ് സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. എവിടെയാണ് സത്യത്തിൽ വിനേഷ് ഫോഗട്ടിന് ഒരു പാളിച്ച സംഭവിച്ചത്, അല്ലെങ്കിൽ പിഴവ് എവിടെയാണ് സംഭവിച്ചത്? ഇപ്പോൾ എന്നോട് ചോദിച്ചതാണ് പിഴവ് സംഭവിച്ചതാണ്. പിഴവ് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വെയിറ്റ് റെഡ്യൂസ് ചെയ്ത്, അതും എനിക്ക് പറയുമ്പോൾ ഇന്നത്തെ ലേറ്റസ്റ്റ് ഞാനതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ഒളിമ്പിക്സിൽ പങ്കെടുത്ത 12 വർഷത്തെ ഒളിമ്പിക്സിൻ്റെ ആ ഒരു പീരീഡ് മാത്രം. അല്ലാതെ തന്നെ വിനീഷിനെ എനിക്ക് വളരെ ചെറുതിലേ അറിയാം. വളരെ ആത്മാർത്ഥമുള്ളതാണ്. വളരെ ശരിക്കും നമ്മുടെ ഇന്ത്യക്ക് ഒരു അഭിമാനമായ ഗുസ്തിക്കാരിയാണ്, അത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു പാളിച്ച വന്നു പോയത്, പിന്നെ ഈ പറഞ്ഞ പോലെ 100 ഗ്രാമിൻ്റെ ഒരു കുറവ്, 100 ഗ്രാമിൻ്റെ ഒരു കുറവ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് ആര് വിചാരിച്ചാലും അത് കുറയ്ക്കാമെന്നുള്ളേ ഉള്ളൂ. അതിന് തെളിവ് നമ്മുടെ ഇന്ത്യയുടെ ഗുസ്തിക്കാർ തന്നെ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അമൻ 57 കിലോയിൽ മത്സരിച്ച അമൻ കഴിഞ്ഞ വർഷത്തെ ഒളിമ്പിക്സിൻ്റെ വെള്ളി മെഡലായിരുന്ന രവി ദഹിയെ പരാജയപ്പെടുത്തി ഒളിമ്പിക്സിന് ആദ്യമായിട്ടുള്ള ഒളിമ്പിക്സ് പോയതാണ്. അമൻ്റെ കോച്ച് ജഗ്മന്ദർ സിംഗ്, ബാക്കി 2 പേരും ഞങ്ങൾ തന്നെയാണ് കോച്ചസിനെ ഫെഡറേഷൻ തന്നെയാണ് നൽകിയത്. അത് ഈ പറഞ്ഞ പോലെ ജഗ്മന്ദർ തന്നെ രാവിലെ വിളിച്ച് പറഞ്ഞു, വൈകുന്നേരം സെമി ഫൈനലിൽ തോറ്റുപോയാൽ, അവർക്കറിയാം സെമി ഫൈനൽ തോറ്റുപോയാൽ അവിടുത്തെ ബ്രോൺസ് മെഡലുള്ള മത്സരമുണ്ട്. റപ്പാഷി എന്ന് പറഞ്ഞ ഫൈനലിൽ പോയ ഗുസ്തിക്കാരൻ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും തോൽപ്പിച്ചവർ തമ്മിലുള്ള മത്സരിച്ചിട്ട് ആ മത്സരത്തിൽ വിജയിക്കുന്ന ആൾ ബ്രോൺസ് മെഡലായിട്ടുള്ള സെമി ഫൈനലിൽ തോറ്റ ആൾ പറ്റി ഏറ്റുമുട്ടണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് വെച്ചാൽ പിറ്റേന്ന് രാവിലെ ക്വാളിഫൈ ചെയ്യും. പിറ്റേന്ന് രാവിലെ മത്സരത്തിലോട്ട് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കാണിക്കണം. അത് ഒരാൾക്കല്ല, എല്ലാവർക്കും റെഡ്യൂസ് കാണിക്കണം. അങ്ങനെ 4.5 കിലോ 4 കിലോ 600 ഗ്രാം കുറച്ച് പിന്നെ അമൻ വെയിങ്ങിൽ സമയത്ത് വെയിറ്റ് കൃത്യമായിട്ട് കാണിച്ചു. അത് കഴിഞ്ഞൊരു 10 മണിക്കൂർ 12 മണിക്കൂറോളം റെസ്റ്റ് കിട്ടിയിട്ടാണ് ഈ ബ്രോൺസ് മെഡൽ മത്സരിച്ചത്. നമ്മൾ കണ്ടു വളരെ വളരെ നന്നായിട്ട് ഫുൾ ടൈം ആക്റ്റീവ് അറ്റാക്ക് ചെയ്ത് കളിച്ചതിൻ്റെ റിസൾട്ട് ഉണ്ടായി ഒരു ബ്രോൺസ് മെഡൽ. ആ ബ്രോൺസ് മെഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡിനേക്കാളും ഗുണമുള്ളതാണ്. കാരണം കഴിഞ്ഞ 4 ഒളിമ്പിക്സിൽ തുടർച്ചയായിട്ട് മെഡൽ കിട്ടിയ ഏക ഇന്ത്യയിലെ ഇവൻ്റ് ഗുസ്തിയാണ്. പരിശോധിച്ചറിയാം. 4 ഒളിമ്പിക്സ്. ഇപ്പോൾ 5ാമത്തെ ഒളിമ്പിക്സിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിനീഷ് ഫോഗട്ടിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ശരി, മെഡൽ കിട്ടുമ്പോൾ തുടർച്ചയായിട്ട് 5ാമത്തെ മെഡൽ. ഇന്ത്യക്കാർ ഓരോരുത്തരും ഒളിമ്പിക്സ് തുടങ്ങുമ്പോൾ ധൈര്യമുണ്ട്, ഗുസ്തി തുടങ്ങുമ്പോൾ ഒരു മെഡൽ ഉറപ്പാണ് എന്നുള്ള ആ അത് വിശ്വാസം ഇപ്പോഴും സൂക്ഷിച്ചത് ഈ പറഞ്ഞ പോലെ അമനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രധാന ഇന്നത്തെ ചർച്ച തന്നെയാണ് വിനീഷ് ഫോഗട്ട്. വിനീഷ് ഫോഗട്ടിൻ്റെ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റിയെന്നുള്ളത് ആ കോച്ചും ആ കുട്ടിയും തന്നെയാണ് പറയേണ്ടത്. എന്തുകൊണ്ട് 100 ഗ്രാം കുറഞ്ഞില്ല? 100 ഗ്രാം കുറഞ്ഞെങ്കിൽ പിന്നെ 14.5 മണിക്കൂർ കഴിഞ്ഞാൽ മത്സരമുള്ളൂ. ആ 100 ഗ്രാം കുറച്ച് കാണിച്ചാൽ അടുത്ത ഇഞ്ചുറി ആണെങ്കിലോ മെഡിക്കൽ അൺഫിറ്റ് ആണെങ്കിലോ വെള്ളി മെഡൽ ഉറപ്പാണ്. പക്ഷേ അത് കാണിച്ചാലേ ക്വാളിഫൈ ചെയ്യൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, റെസ്ലിങ്ങിൻ്റെ റൂള് ഞാൻ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ഇപ്പോഴും കോമ്പറ്റീഷൻ ഡയറക്ടറും ജൂറിയാണ്. അപ്പോൾ എനിക്കതിൻ്റെ നിയമം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആഗ്രഹം വേറെയാണ്. ഒരു ഇന്ത്യക്കാരനും ആഗ്രഹമുണ്ട്, ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹമുണ്ട് കൂടുതൽ മെഡൽ കിട്ടണം, വിനീഷിനും കിട്ടണം. വിനീഷിൻ്റെ കൂടെ പോയ 5 പെൺകുട്ടികളും കിട്ടണം. കാരണം ആദ്യത്തെ പിന്നെ മത്സരത്തിൽ 65 കിലോയിൽ നമുക്കറിയാം ആ കൈ ഇഞ്ചുറി വന്നുകൊണ്ട് മാത്രം 8-1 മുന്നിട്ട് നിന്ന കുട്ടി തോറ്റുപോയി. അതൊരു പരാജയം. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അഞ്ചിം ഫസ്റ്റ് റൗണ്ടിൽ
സെക്കൻഡ് റൗണ്ടിൽ ഇതിപ്പോൾ പോയി. പിന്നെ ആ കുട്ടിയെ തോൽപ്പിച്ച ആൾ ഫൈനലിൽ വരാത്തതുകൊണ്ട് അതിൻ്റെയും പ്രതീക്ഷ മങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ വിനീഷിൽ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ് 100 ഗ്രാം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എൻ്റെ അഭിപ്രായത്തിൽ. കാര്യം അത് കോച്ചും കളിക്കാരും ഒരുമിച്ച് നിൽക്കേണ്ട കാര്യമാണ്. അത് മാത്രമല്ല വിനീഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല എക്സ്പീരിയൻസ് ഉള്ള കുട്ടിയാണ്. റിയോയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. 48 കിലോയിൽ മത്സരിക്കുമ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു 48 കിലോ ഈ ബോഡി വെയിറ്റ് നിൽക്കത്തില്ല, ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം നല്ലൊരു ഫൈറ്റ് വരുമ്പോൾ അന്ന് അതേപോലെ ചൈനയായിട്ടുള്ള മത്സരത്തിൽ മസിൽ ഇഞ്ചുറി ഉണ്ടായി. അന്ന് പുറത്ത് പോകേണ്ടി വന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ 53-ലാണ് പങ്കെടുത്തത്. അന്ന് 50 കിലോയിൽ 53-ലാണ്. 50 പങ്കെടുത്ത ബന്ധം വെച്ചാൽ വിനീഷിനെക്കാളും പവർഫുള്ളായിട്ടുള്ള ബാക്കി ഫോറിനേഴ്സിനൊക്കെ എല്ലാം അറിയാം. എന്തായാലും സെക്കൻഡ് റൗണ്ടിൽ അവിടെയും പുറത്തായിപ്പോയി. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ചാൻസ് കയ്യിൽ വന്നിട്ട് അത് ഏത് ഭാഗത്ത് നമുക്ക് പറയാൻ പറ്റില്ല. വിനീഷിൻ്റെ കോച്ചസും അതിനെ എന്താണ് സംഭവിച്ചതെന്ന് പുറത്തേയുള്ളൂ. കാര്യം വേറെ ഒന്നുമില്ല, അവരുമായിട്ട് ബന്ധപ്പെടുന്ന വേറെ ഒന്നുമില്ല. കാരണം ഞാൻ പറയാം, ഈ കുട്ടിക്ക് 2018 തൊട്ട് ഈ വിദേശ കോച്ചാണ്. അതിന് ഗവൺമെൻറ് സായി എല്ലാവിധമായ സപ്പോർട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എനിക്ക് പുറത്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ പാർട്ട്ണർ വിനീഷ് പറഞ്ഞ ഫിസിയോതെറാപ്പിസ്റ്റ്, വിനീഷ് പറഞ്ഞ കോച്ച്, ബാക്കി എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് പുറത്ത് വിദേശത്തെ ട്രെയിനിങ് നടത്തിയത്. എന്നിട്ട് അവിടെ നേരെ പാരീസിൽ വന്നിട്ട് അവരുടെ വില്ലേജിൽ വന്ന് അവരുടേതായിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ് എല്ലാം തന്നെ അതിനകത്ത് ആരും ഇടപെടേണ്ട കാര്യമില്ല. അതൊക്കെ വളരെ പ്രതീക്ഷയുള്ളതാണ്. അതുമാത്രമല്ല വിനീഷിൻ്റെ മത്സരം കാണുന്നതുകൊണ്ട് ഇപ്പോൾ വിനീഷിൻ്റെ കോച്ചിൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടായിരുന്നു. സന്തോഷം കണ്ടാണ്. ഒരു കോച്ചിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ കണ്ണുനീര് വരുന്നത് സന്തോഷക്കണ്ണ്. അതൊക്കെ നമുക്ക് വളരെ ആത്മാർത്ഥത ഉള്ള ആ കാഴ്ചയാണ് കണ്ടത്. പക്ഷെ എന്തുകൊണ്ട് രാത്രി 2,700 കൂടിയെന്ന് പറഞ്ഞു, വെളുപ്പിന് വരെ അത് കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് 100 ഗ്രാം കുറയാതെ രണ്ടാമത്തെ ചാൻസ്. സാധാരണ രാവിലെ 8 പേരെ ഉണ്ടായിരുന്നു വെയിറ്റ് എടുക്കാൻ. 8 പേര് വെയിറ്റ് എടുത്താൽ മതി. ആ വെയിറ്റ് 1/4 മണിക്കൂറിനകത്ത് കാണിക്കുക, അതിനനുസരിച്ച് റെസ്റ്റ് എടുക്കുകയോ എന്തുകൊണ്ടാകാം. അങ്ങനെയാണ് എല്ലാ ഗുസ്തിക്കാർക്കും വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ മത്സരത്തിന് മുമ്പ് അവരുടെ വെയിറ്റ് 1 കിലോ 1.5 കിലോ കൂടും. നാച്ചുറലാണ്. എല്ലാവരും ആഹാരം കഴിക്കാതെയും വളരെ എക്സസൈസൊക്കെ ചെയ്ത് ട്രെയിൻ ചെയ്താണ് കറക്റ്റ് വെയിറ്റ് കാണിക്കുന്നത്. കാര്യം നല്ല ബ്രിമ്മിൽ നിൽക്കും. ചിലപ്പോൾ ഒരു 1/2 കിലോ 1 കിലോ കൂടുതലായിരിക്കും. അത് കുറച്ച് കാണിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അവൻ്റെ കോച്ച് പറഞ്ഞത്. വൈകുന്നേരം വരെ 3 മത്സരത്തിനിടയ്ക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പ്രോട്ടീനുള്ള എല്ലാ ആഹാരവും കഴിച്ചിട്ടാണല്ലോ ഈ സെമി ഫൈനലിൽ കളിച്ചതും. സെമി ഫൈനലിൽ തോറ്റിട്ടും നാളെ എനിക്ക് മത്സരമുണ്ടെന്നും വെയിറ്റ് നോക്കിയപ്പോൾ 4 കിലോയും 600 ഗ്രാം കൂടുതൽ. അത് വളരെ ഈ പറഞ്ഞ വിനീഷിൻ്റെ ഒരു പാഠം കൂടെ മനസ്സിരിക്കുന്നുണ്ടും ഒരു കോച്ചും ഒരു കളിക്കാരൻ്റെയും ബാധ്യത ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞാണ് അവർ കുറച്ച് രാവിലെ ഇറങ്ങിയത്. എന്തായാലും ആ ഒരു മെഡലിൻ്റെ സന്തോഷം വീണ്ടും തുടർച്ചയായിട്ട് 5ാമത്തെ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് ഒരു മെഡൽ കിട്ടിയെന്നുള്ളതാണ് ഗുസ്തിക്കാർക്കെല്ലാം അഭിമാനം തന്നെയാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു നിരാശയായ ഒരു വിഷമം നമുക്കുണ്ടെങ്കിൽ പോലും എന്നാലും ഞാൻ ഈ പറയുന്നത് ഈ ഇൻ്റർനാഷണലിലും ഞാൻ വേൾഡ് ഗ്രേഡ് 1 റഫറിയാണ്. നിരവധി 47 രാജ്യങ്ങളിലെ ഇൻ്റർനാഷണൽ ഈ പറഞ്ഞ റിയോയ്ക്ക് മുമ്പുള്ള ഈ റിയോയിൽ പങ്കെടുക്കുന്നവരെല്ലാം വെച്ച് കോമ്പറ്റീഷൻ്റെ ഒക്കെ റഫറി ആയിരുന്ന ആളാണ്. നമ്മുടെ അനുഭവം വെച്ച് കൃത്യമായിട്ട് നമ്മുടെ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് റൂൾ ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും ബാധകമാണ്. അത് ഒരാൾക്ക് വേണ്ടി മാറ്റാനോ 100 ഗ്രാം വേണ്ടാന്ന് വെക്കാനോ അതിനകത്ത് ആർക്കും ഇടപെടണം. സുതാര്യമാണ്. കാര്യം ഈ വെയിങ് സ്കെയിലിൽ കയറുമ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ബാക്കി കൂടെ കളിച്ച എല്ലാവരുടെയും എത്രയാണ് ശരീരഭാരമെന്ന് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കാണുന്ന രീതിയിൽ സുതാര്യമായിട്ട് ട്രാൻസ്പെറൻസി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ അതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇന്ത്യക്ക് അന്ന് 2 ചാൻസ്, ആദ്യത്തെ ചാൻസ് കൂടുതലായിരുന്നു. രണ്ടാമത്തെ ലാസ്റ്റ് ടൈമിൽ ഫൈനൽ കോൾ വിളിച്ചത് ഇന്ത്യക്ക് വേണ്ടിയാണ്. കയറിയപ്പോൾ വീണ്ടും 100 ഗ്രാം. പിന്നെ അവിടെ ഒരു അപ്പീലില്ല. അപ്പീൽ കാണിക്കാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സിസ്റ്റം തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതാണ് സംഭവിച്ചത്. അതിൽ സത്യം സംഭവിച്ചു പോയതിൻ്റെ കാര്യം നമ്മളാരുമല്ല, സ്വന്തമായിട്ടുള്ള കോച്ചും ട്രെയിനറും ഇദ്ദേഹമായിട്ടുള്ള ഒരു രീതിയിൽ എന്തായാലും കുറയ്ക്കാൻ പറ്റില്ല. ഈ അയോഗ്യതയ്ക്ക് പിന്നിലെ ഉത്തരവാദികൾ കളിക്കാരിയാണോ, കോച്ചാണോ, അല്ലെങ്കിൽ മെഡിക്കൽ സംഘമാണോ, എന്താണ് മനസ്സിലായത്? ഞാൻ നേരത്തെ 1-2 പേര് ചോദിച്ചു പറഞ്ഞു, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോച്ചിനും കളിക്കാർക്കുമാണ്. അവരാണ് തീരുമാനിക്കുന്നത് എന്ത് മെഡിസിൻ വേണം. ഇല്ലെങ്കിൽ മെഡിക്കൽ നിങ്ങൾക്ക് അവർ ആവശ്യപ്പെട്ടാൽ അവിടെ ഈ പറഞ്ഞ പോലെ ക്യാമ്പിൽ തന്നെ ഉണ്ട്, വില്ലേജിൽ തന്നെ ഉണ്ട് മെഡിക്കൽ വിങ്, അല്ലെങ്കിൽ കോച്ചുണ്ട്. അവർ ആഹാര പ്രക്രിയ ഇത്രയും ദിവസം എന്തെല്ലാമാണ് ചെയ്തത്. ആദ്യത്തെ ദിവസം തന്നെ വെയിറ്റ് എങ്ങനെ കുറച്ചിറങ്ങി അതിൻ്റെ പ്രക്രിയയാണല്ലോ വീണ്ടും നടക്കുന്നത്. പക്ഷെ കഴിഞ്ഞ മത്സരം തുടങ്ങുന്നതിൻ്റെ അന്നത്തെ വെയിങ് എന്ന് വെച്ചാൽ കഴിഞ്ഞ തലേ ദിവസം 2 ദിവസം മത്സരം ഇല്ല. അപ്പോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. പക്ഷേ മത്സരം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസത്തത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അവരെ പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം വളരെ എക്സ്പീരിയൻസ് ആണ്. 3ാമത്തെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാലും 12 വർഷത്തെ ഒളിമ്പിക്സിൻ്റെ മാത്രം പ്രിപ്പറേഷൻ ഉള്ള
അവരോട് നമ്മൾ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ ടീമുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ടീമായിട്ട് ബന്ധപ്പെടുകയോ ഇതൊക്കെ ചെയ്ത് കാണും. എന്തായാലും ഇതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പുറത്ത് പറയേണ്ട ഉത്തരവാദിത്വം. അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചിട്ട് കുറഞ്ഞില്ല, അല്ല എനിക്ക് തോന്നുന്നു അതിനുശേഷം മെഡിക്കൽ ഈ പറഞ്ഞ ക്ലിനിക്കിലായിരുന്നു. അത് ഡീഹൈഡ്രേഷൻ കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടോ എന്ന് ഇതിനെപ്പറ്റിയൊന്നും കോച്ചോ കളിക്കാരോ പുറത്ത് പറയാതെ അതിനെപ്പറ്റി ഡിസ്കഷൻ നടത്തുന്നതിന് നമുക്കറിയില്ല. അറിയാത്ത മേഖലയിൽ നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന കാര്യം ഇപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ത് സംഭവിച്ചു എന്ന്. എന്താണ് അനുഭവിച്ച ആൾ പറഞ്ഞാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ ഈ ഗുസ്തി നിയമത്തിൽ എന്തെങ്കിലും ഈ ഒരു നിയമത്തിൽ മാറ്റം വരേണ്ടതായി കാണുന്നുണ്ടോ? കാരണം ഈ സെമി ഫൈനൽ വരെ എത്തുന്നു, അതിനുശേഷമാണ് ഭാരത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ പൂർണ്ണമായും ഈ അയോഗ്യയാക്കേണ്ട ആവശ്യമുണ്ടോ? നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? സാറിൻ്റെ അഭിപ്രായം എന്താ? ഒളിമ്പിക്സിന് 6 വെയിറ്റ് ക്ലാസ്സിലാണ് മത്സരം നടക്കുന്നത്. 6 വെയിറ്റ് ക്ലാസ്സിൽ 50 കിലോയിൽ മത്സരിക്കേണ്ട ആളിന് ശരീരഭാരം നിർണ്ണയിക്കേണ്ട ദിവസവും മത്സരം ഉണ്ടെങ്കിൽ ദിവസവും വെയിറ്റ് കൊടുക്കണം. അത് 50-ന് മുകളിലായാലും അർത്ഥം 53 ക്ലാസ്സിൽ മത്സരിക്കേണ്ട ആളെന്നാണ്. അപ്പോൾ അത് നമുക്ക് ബാക്കി കൂടെ മത്സരിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന് യോഗ്യയല്ല എന്നുള്ളതാണ് കാര്യം. ഞാനും ആൾ ഇന്ത്യ അന്തർകലാശാല യൂണിവേഴ്സിറ്റിയിൽ 3 പ്രാവശ്യം സിൽവർ മെഡൽ വന്ന ആളാണ്. ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരം എന്ന് പറഞ്ഞതിൽ എൻ്റെ ക്ലാസ്സിൽ അന്ന് ഞാൻ 42 പങ്കെടുത്ത് അതിൽ മാത്രം 65 പേരുണ്ടായിരുന്നു. ഈ 65 പേര് മത്സരം ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. 6 ദിവസം കൊണ്ടാണ് ഈ 65 പേരെ മത്സരം നടത്തി ഞാൻ ഫൈനലിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ ദിവസവും വെയിറ്റ് കൊടുക്കേണ്ടി വന്നു. ഓരോ ദിവസം ഞാൻ ജയിച്ചാലും പിറ്റേന്ന് രാവിലെ 8 മണിക്ക് എൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷമാണ് എന്നെ ക്വാളിഫൈ ചെയ്യുന്നത്. ഓരോ ദിവസം മത്സരത്തിലും ഏതെങ്കിലും ഒരു ദിവസം എന്നോടൊപ്പം ഉള്ള പലർക്കും ജയിച്ച് നിന്നിട്ട് പിറ്റേന്ന് രാവിലെ വെയിറ്റ് നിശ്ചിത സമയത്തിൽ ക്വാളിഫൈ ചെയ്ത കാര്യം പുറത്തായിട്ടുണ്ട്. അതൊക്കെ എനിക്കും കൂടെ ഒരു ബെനിഫിറ്റായ കാര്യം. ഞാൻ അന്നും വെയിറ്റ് കുറച്ച് കാണിച്ചു, അതുകൊണ്ട് മാത്രമാണ് ഫൈനൽ വരെ വന്നത്. ആ റൂൾ തന്നെയാണ്. രണ്ടാമത്തെ ദിവസം മത്സരം ഉണ്ടെങ്കിലോ രണ്ടാമത്തെ ദിവസം ആ വെയിറ്റ് പ്രോപ്പറിലാണ്. ആ വെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കൂടാം, പ്രശ്നമില്ല. അന്ന് പിന്നെ രണ്ടാമത് വെയിറ്റ് ഇല്ല. വിനീഷ് ഫോഗട്ടിനും ആദ്യത്തെ ദിവസത്തെ വെയിറ്റ് കൊടുത്തു, അമനും ആദ്യ ദിവസം വെയിറ്റ് കൊടുത്തു. അന്ന് വൈകുന്നേരം വരെ പിന്നെ വെയിറ്റ് എടുക്കേണ്ടായാലും അന്നത്തെ മത്സരത്തിൻ്റെയൊക്കെ അവരുടെ ബോഡി വെയിറ്റ് പ്രശ്നമല്ല. പക്ഷേ നെക്സ്റ്റ് ഡേയിൽ മത്സരം ഉണ്ടെങ്കിൽ ഉള്ള എല്ലാവരും തന്നെ അതിന് മത്സരത്തിന് വെയിറ്റ് കൊടുത്തിരിക്കണം. അത് തന്നെയാണ് 50 കിലോയിൽ ആദ്യത്തെ ദിവസം ഇറ്റലിയിലെ ഗുസ്തിക്കാരി പുറത്തായത് 150 ഗ്രാം കൂടുതലായിരുന്നു. ഫസ്റ്റിൽ വെയിങ്ങിൽ തന്നെ പുറത്തായിപ്പോയി. ഇത് നിയമം എല്ലാവർക്കും ഒരു നിയമം അന്തർദേശീയ ഫെഡറേഷൻ UWW അത് റെസ്ലിംഗ് ആയിരുന്നാലും അത്ലറ്റിക്സ് ആയിരുന്നാലും ബോക്സിംഗ് ആയിരുന്നാലും ഇവർക്കൊക്കെ ഒരു നിയമം പാസ്സാക്കിയ നിയമമുണ്ട്. ആ നിയമം എല്ലാവർക്കും അറിയാം, കോച്ചസിന് അറിയാം, കളിക്കാർക്ക് അറിയാം. അതനുസരിച്ചാണല്ലോ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഈ വിനീഷ് ഫോഗട്ടും കോച്ചും തന്നെ കുറച്ചതിന് ഉദ്ദേശം എന്താണ്? കുറച്ച് കാണിക്കണം എന്നുള്ളതാണ്. അവൻ്റെ കോച്ചും ഇത്രയും പാടുപെട്ട് കുറച്ചെന്തിനാണ്? രാവിലെ കുറച്ച് കാണിച്ചിരുന്നാൽ ക്വാളിഫൈ ചെയ്യും. പക്ഷേ എന്തിനാണ് 100 ഗ്രാമിൽ അത് കുറയ്ക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും വെറുതെ തള്ളിക്കളയേണ്ട കേസല്ല. അതിനകത്ത് അവരുടേതായിട്ട് ഉത്തരവാദിത്തമുള്ളൊരു പിഴവായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം അനുഭവം ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ ഈ വെയിങ്ങിൻ്റെ സ്കെയിലിരുന്ന് ഞാൻ വെയിറ്റ് എടുപ്പിച്ചിട്ടുണ്ട്. അത് ക്വാളിഫൈ ചെയ്യിച്ചിട്ടുണ്ട്, അല്ലാത്തവർ പുറത്താക്കിയിട്ടുണ്ട്. ഇത് ജനറലായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇതിൽ ഇപ്പോൾ നമുക്കൊരു ഈ പറയുന്നത് ഒരു മെഡൽ നഷ്ടപ്പെടുമ്പോൾ ഒരു മാനസികതയുണ്ട്. ഇന്ത്യക്കാരനെന്ന നിലയിൽ ഒരു മെഡൽ നഷ്ടപ്പെട്ടു പോയി, അത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ടെക്നിക്കൽ പേഴ്സൺ എന്ന നിലയിൽ എനിക്കത് ആലോചിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? ഇത് മുൻകൂട്ടി കാണണേ. ഞാൻ നാളത്തേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈകുന്നേരത്തെ മത്സരം തീർന്ന നാളെ രാവിലത്തേക്ക് മുൻപ് ഞാൻ പ്രിപ്പയർ ചെയ്ത് എൻ്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കാണിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും എൻ്റെ കോച്ചും എൻ്റെ ടീം പ്രവർത്തകർക്കും ഉള്ളതാണ്. അതിന് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. വേറെ കാര്യം കാലാകാലങ്ങൾ റൂള് മാറുന്നുണ്ട്. ഓരോ ഫില കോൺഗ്രസ് കാര്യം ഒളിമ്പിക്സ് കഴിയുമ്പോഴും റൂട്ട്സിൽ കാതലായ മാറ്റം വരുന്നുണ്ട്. ഈ കാര്യം പണ്ട് ഇതിനു മുൻപ് ഈ കാര്യം 16 പേരെ വെയിറ്റുള്ളൂ. വേണമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ വെയിറ്റ് കംപ്ലീറ്റ് മത്സരം നടത്താമായിരുന്നു. എന്തുകൊണ്ടാണത് മാറിയെന്നും നമുക്ക് ആലോചിക്കേണ്ട. കാര്യം ഇടയ്ക്ക് ഒരു റിയോയ്ക്ക് ശേഷം ഗുസ്തി ഒളിമ്പിക്സിൽ നിന്ന് മാറ്റുന്നു എന്നൊരു ഭയങ്കരമായ ചർച്ച വന്നിരുന്നു. ഗുസ്തി ശരിക്കും ഒളിമ്പിക്സ് മാറ്റാൻ തന്നെയാണ് പോയത്. അതായത് അവർ പറഞ്ഞത് കാര്യം ഫൈനലിൽ വരുമ്പോൾ സ്പെക്ടേറ്റേഴ്സ് വ്യൂവേഴ്സിൻ്റെ കുറവ് വരുന്നു. എപ്പോഴും അവരതാണ് കേൾക്കുന്നത്, എത്രമാത്രം ആൾക്കാർ ഇത് കാണുന്നു എന്നുള്ളതാണ്. അത് റെസ്ലിങ്ങിന് ഫൈനലിലോട്ട് വരുമ്പോൾ കുറവ് വരുന്നു. കാരണം എന്ന് വെച്ചപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം സെമി ഫൈനലിൽ മത്സരിച്ചിട്ട് പിന്നെ റിപ്പാഷയും മത്സരം കഴിഞ്ഞ് ബ്രോൺസ് മെഡലും ഫൈനൽ മത്സരവും അന്ന് തന്നെ നടത്തുമ്പോൾ വളരെ ക്ഷീണിതരാകുന്ന കളിക്കാരുടെ
എക്സ്പോഷൻ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ച വയ്ക്കുന്നില്ല. അതാണ് വൈകുന്നേരത്തെ മത്സരം അരോചകമായിട്ട് തോന്നുന്നത്. കാര്യം ഒരു മത്സരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോളായിരുന്നാലും ബോളിൻ്റെ പിറകെ ഓടുന്ന അത്ര സ്പിരിറ്റാണ് കാണുന്നത്. ഏത് മത്സരമായിരുന്നാലും എത്രമാത്രം സ്പീഡിലാണ്, ആക്റ്റീവായിട്ടാണ്. വെറുതെ തള്ളിക്കൊണ്ട് നിന്ന ആൾക്ക് അരോചകം വരും. അതുകൊണ്ടാണ് അതിനൊരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ഫൈനൽ മത്സരം ബ്രോൺസ് മെഡലുമെല്ലാം രണ്ടാമത്തെ ദിവസത്തേക്ക് മാറ്റിയതും. രണ്ടാമത്തെ ദിവസം മാറ്റിയതിന് ശേഷം ആ പ്രകടനമൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. നമുക്ക് നല്ലപോലെ അറിയാം. അമൻ്റെ മത്സരം നോക്കിയാൽ മതി. അമൻ്റെ മത്സരം നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം വളരെ ഫാസ്റ്റ് ആക്റ്റീവായിട്ട് 6 മിനിറ്റും ആക്റ്റീവായിട്ട് എതിരാളിയെ നേരെ നിർത്താൻ സമ്മതിച്ചില്ല. അപ്പോൾ ആ ഒരു പ്രകടനം ഗ്രീക്കോ റോമൻ ആണെങ്കിൽ സ്റ്റാൻഡിങ്ങിനായിട്ടുള്ള ടെക്നിക്ക്, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം കിട്ടാനാണ് അടുത്ത ദിവസം ആ 2 മത്സരങ്ങളും മാറ്റി. അതിനുശേഷമുള്ള വ്യൂവേഴ്സ് വളരെ കൂടുതൽ. ഇപ്പം നമ്മൾ ഇത്രയും ചർച്ച ചെയ്യേണ്ടി വന്നതിന് റെസ്ലിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് വന്നതിൻ്റെ ഭാഗമാണ് അല്ലേ? അല്ലെങ്കിൽ എത്രയോ പേര് ഈ പറഞ്ഞ പോലെ ഇറ്റലിക്കാർ വെളിയിൽ പോയി, നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അമൻ്റെ റെഡ്യൂസ് ചെയ്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടു, അതിൻ്റെ എന്താ ബോധ്യമുണ്ട്, ഉത്തരവാദിത്വം ഉണ്ടെന്ന് കാണിച്ച് അത് നമ്മളെ മുന്നിൽ വന്നു. 100 ഗ്രാം എന്ന് പറയുമ്പോൾ അതാണ്. 1 കിലോയിലായിരുന്നെങ്കിൽ നമുക്ക് പറയാം കുറഞ്ഞില്ല, കഷ്ടം. ഇത് 100 ഗ്രാം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, വെയിങ് എടുത്ത് കാണിച്ചിട്ടുണ്ട് 100 ഗ്രാമേ കൂടുതലുള്ളൂ. അതെന്തുകൊണ്ടാണ് രാവിലെ രാത്രി തൊട്ട് പ്രയത്നിച്ചവർ രാവിലെ 5 മണി 6 മണി 7 മണി 8 മണിക്ക് മുമ്പ് 8:15 മുമ്പ് അത് കുറഞ്ഞില്ല എന്നുള്ളത് നമുക്ക് മെഡൽ കിട്ടാത്തതിൻ്റെ ദുഃഖം ഒരു സൈഡിൽ, ടെക്നിക്കൽ പരാമറ്റുള്ള ഒരു ഉത്തരവാദിത്വം എങ്ങനെ നിറവേറ്റിയില്ല എന്നുള്ള വേറെ ഭാഗത്ത്. അതാണ് അതിൻ്റെ ശരിക്കുള്ള കാര്യം. കാലാകാലങ്ങളിൽ ഈ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ റൂൾസ് ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുൻപ് ഈ 3 പേര് ഗുസ്തിക്കാർ ടൈ വന്നാൽ അവരുടെ ടെക്നിക്കൽ പോയിൻ്റ് എല്ലാം ടൈ ആണ്, കൊടുത്ത പോയിൻ്റ് ഒരേപോലെയാണ്, മേടിച്ച പോയിൻ്റ് ഒരേപോലെയാണ്, ക്ലാസിഫിക്കേഷൻ പോയിൻ്റ് ഒരേപോലെ ആകുമ്പോൾ പണ്ട് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എങ്കിൽ ഏറ്റവും കുറഞ്ഞ വെയിറ്റുള്ള ആളിന് ഫസ്റ്റ് കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പണ്ട് അതാണ് നടപ്പാക്കേണ്ടത്. അത് മാറ്റിയത് ഏറ്റവും കുറഞ്ഞ വെയിറ്റ് കാണിക്കുന്ന ആൾ ഫസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല. എനിക്ക് അർഹതപ്പെട്ട 50 കിലോ ആണെങ്കിൽ 53 കിലോ അതുവരെ നിർത്താനുള്ള അർഹത എനിക്കുണ്ട്. ആ പേരും പറഞ്ഞ് എന്നെ തഴയുന്നത് ശരിയല്ല എന്നുള്ള ഫിലാ കോൺഗ്രസ് ചർച്ചകൾ വന്നു, കംപ്ലയിൻറ്റ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റൂൾ എടുത്ത് മാറ്റി. ലാസ്റ്റ് സ്കോർ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഏറ്റവും അവസാനം പോയിൻ്റ് കൊടുക്കുന്ന ആൾ, ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾ. ഇപ്പോൾ തന്നെ 1-1 നമ്മളെ 76 കിലോയിലെ ഗുസ്തിക്കാരി 1-1. അത് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഈ 1-1 കിട്ടിയിട്ട് പോലും നമ്മുടെ കുട്ടി തോറ്റുപോയി. അതായത് ഒരു ഗുസ്തി മത്സരത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്പെക്ടേറ്റേഴ്സ് വ്യൂവേഴ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടി റൂൾ സ്ട്രിക്റ്റാക്കി. പുറകോട്ട് നിൽക്കാൻ പാടില്ല. പോയിൻ്റ് എടുത്തില്ലെങ്കിൽ പുറകോട്ട് നിൽക്കുന്ന ആളിന് 30 സെക്കൻഡ് സമയം കൊടുക്കും. 30 സെക്കൻഡിനകത്ത് പോയിൻ്റ് എടുത്തിരിക്കണം, ആക്റ്റീവ് ആവണം. ആക്റ്റീവ് ആയില്ലെങ്കിൽ എതിരാളിക്ക് ഒരു പോയിൻ്റ് കിട്ടും. എതിരാളിക്ക് ഒരു പോയിൻ്റ് കൊടുക്കുമ്പോഴെങ്കിലും നമ്മൾ ആക്റ്റീവ് ആവും. അപ്പോൾ എതിരാളിയും അതിന് ഉത്തരവാദിയാണ്, അതേപോലെ ആക്റ്റീവ് ആവണം. അതുകൊണ്ട് തിരിച്ചും പാസിവിറ്റി കൊടുത്തു. ആ 3 മിനിറ്റ് രണ്ടാമത് പോയിൻ്റ് എടുത്തത് പിന്നെ ഈ പറഞ്ഞുള്ള കൂടുതൽ കിർഗിസ്ഥാനാണ്. കിർഗിസ്ഥാൻ പോയിൻ്റ് രണ്ടാമെടുത്തപ്പോൾ ആ റൂള് വന്നേക്കുന്നത് ഏറ്റവും അവസാനം പോയിൻ്റ് എടുക്കുന്ന ആളിന് വിജയിക്കും. അപ്പോൾ ഏറ്റവും അവസാനം പോയിൻ്റ് എടുക്കാൻ ഇന്ത്യയിൽ നിന്ന് കളിച്ച കുട്ടിയും ആക്റ്റീവ് ആവണമായിരുന്നു. അതാണ് എൻ്റെ ആ പരാജയം. അങ്ങനെ സ്ട്രിക്റ്റാക്കി. വെറുതെ പിന്നെ വേറെ 1-2 പേര് ഇതിനകത്ത് ചർച്ചയിൽ വന്ന് എന്നോട് ചോദിച്ചില്ല. എന്നാൽ ഒരിടത്ത് പറയുന്നത് കേട്ടോ, ഈ പാസിവിറ്റി കൊടുത്താൽ ആക്റ്റീവ് ആവാനാണ് പാസിവിറ്റി കൊടുക്കുന്നത്. പാസിവിറ്റി കൊടുത്താൽ അല്ലെങ്കിൽ പാസീവായാൽ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്താൽ എനിക്ക് എതിരാളിക്ക് ഒരു പോയിൻ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്കൊരു പോയിൻ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഞാൻ അത് പ്രൊട്ടസ്റ്റ് ചെയ്താൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യം ജയിച്ചില്ലെങ്കിൽ എതിരാളിക്ക് ഒരു പോയിൻ്റ് കൊടുക്കുന്നുണ്ടല്ലോ. ഗുസ്തിയിൽ കാണിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 6 മിനിറ്റ് ഗുസ്തിയിൽ വെറുതെ സമയം കളയാനും റെസ്റ്റ് എടുക്കാനും വേണ്ടി പ്രൊട്ടസ്റ്റ് നടത്തുന്ന സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ 6 മിനിറ്റ് ഗുസ്തി ഉണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റ് വീഡിയോയിൽ നോക്കി കാണിക്കുമ്പോൾ കുറഞ്ഞ 2 മിനിറ്റ് വിടാൻ പോകും, 2 മിനിറ്റ് റെസ്റ്റ് കിട്ടും. അതിന് ഒരു ശിക്ഷ ഞാൻ വെറുതെയാണ് ചെയ്തതെങ്കിൽ എനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ജയിച്ചാൽ എനിക്ക് അതിന് അംഗീകാരം കിട്ടും, എതിരാളിക്ക് പോയിൻ്റ് പോകത്തില്ല. ഞാൻ പറയുന്ന പർപ്പസ് അല്ല, ശരിയല്ല എന്ന് ബോധ്യമായ എതിരാളിക്ക് ഒരു പോയിൻ്റ് പോകും എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആക്റ്റീവായേണ്ട, ഞാൻ ആവശ്യമില്ല പ്രൊട്ടസ്റ്റ് ചെയ്യില്ല. അതിനാണ് ആ നിയമമൊക്കെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഗുസ്തി തുടങ്ങുമ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പ്രൊട്ടസ്റ്റ്, 2 മിനിറ്റ് 3 മിനിറ്റ് ആ പ്രൊട്ടസ്റ്റ് നോക്കി കൺഫേം ചെയ്യാൻ സമയം കളയുമ്പോൾ എനിക്ക് റെസ്റ്റ് കിട്ടും. അങ്ങനെ റെസ്റ്റുള്ള 6 മിനിറ്റും വളരെ ആക്റ്റീവായിട്ട് ഗുസ്തി പിടിക്കേണ്ട കളിക്കാർ ചെയ്യണം. അതിനുകൊണ്ടാണ് ഈ ഭേദഗതികളും നിയമങ്ങളും കൊണ്ടുവരുന്നത്. അത് ഓരോ ഫിലാ കോൺഗ്രസും കഴിയുമ്പോൾ ടെക്നിക്കൽ കമ്മിറ്റിയിൽ തീരുമാനം അപ്രൂവ് ചെയ്ത് അത് എല്ലാ കമ്മിറ്റിയും അപ്രൂവ് ചെയ്തിട്ട് ഫിലാ കോൺഗ്രസ് വെച്ച് പാസ്സാക്കി വേൾഡിലെ എല്ലാ രാജ്യങ്ങളിലും ഇത് അക്സെപ്റ്റ് ചെയ്ത് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങാണ് പിന്നെ നടത്തുന്നത്. ഇതിലും ഇന്നത്തേൽ ഇപ്പോഴും സംഭവിച്ചതിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അടുത്ത ഫിലാ കോൺഗ്രസ് ചർച്ച ചെയ്യും.
ഒരുപാട് കാര്യങ്ങൾ വർഷം തോറും ഈ 4 വർഷം കൂടുമ്പോഴുള്ള ചേഞ്ചസും 2 വർഷം കൂടുമ്പോൾ ചേഞ്ചസും ടെക്നിക്കൽ കമ്മിറ്റിയുടെ സജഷൻസ് എപ്പോഴും ഞങ്ങളുടെ ഫിലാ കോൺഗ്രസ്സിൽ ചർച്ച ചെയ്ത് അംഗീകാരം മേടിക്കാനുണ്ട്. എനിക്ക് അംഗീകാരം മേടിക്കുമ്പോൾ അന്ന് തൊട്ട് ആ നിയമം വരും. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ ഫിലാ കോൺഗ്രസ് കൂടും. ഇത് കഴിയുമ്പോൾ ജനുവരി 1 തൊട്ട് എന്തെങ്കിലും അമെൻമെൻറ്റ് ഉണ്ടെങ്കിൽ അത് അന്നോട്ട് വരും. ഈ വിനേഷ് ഫോഗട്ട് മുൻപ് എനിക്ക് തോന്നുന്നു 53 കിലോയിലാന്ന് തോന്നുന്നില്ലേ മത്സരിച്ചത്, പിന്നീട് അത് 50-ലേക്ക് മാറുകയായിരുന്നു തോന്നുന്നില്ലേ? ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്ന സത്യത്തിൽ ആരാണ്? അത് ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള, ടോക്കിയോ ഒളിമ്പിക്സിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് 48 കിലോയായിരുന്നു മത്സരം. കാര്യം ഈ ജെൻഡർ ഇക്വാലിറ്റി വരാൻ വേണ്ടി 10 ഫ്രീ സ്റ്റൈൽ ആണുങ്ങൾക്ക് 10, ഗ്രീക്ക് ആണുങ്ങൾക്ക് 10, വിമന് 10 ആയിരുന്നു. ഇപ്പം ജെൻഡർ ഇക്വാലിറ്റി വരാൻ വേണ്ടി 6 ക്ലാസ്സുകൾ വെച്ച് ഡിവൈഡ് ചെയ്ത്, ഈ ഗ്രീക്ക് 6, ഫ്രീ സ്റ്റൈൽ 6, അത് രണ്ടും മെന്നിനാണ്. വിമൻ ഫ്രീ സ്റ്റൈലുള്ള അതിനും 6. അങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി. അപ്പം ഞങ്ങൾ ഈ ഫിലാ കോൺഗ്രസ് തീരുമാനിക്കുന്ന റിയോയിൽ 48 കിലോയാണ് വെയിറ്റ് ക്ലാസ്. അതിലായിരുന്നു വിനീഷ് പങ്കെടുത്തത്. ടോക്കിയോ വന്നപ്പോൾ 48-ൽ 53 ആയിരുന്നു. 50 അന്ന് 53-ലാണ് വിനീഷ് പങ്കെടുത്തത്. അന്ന് രണ്ടാമത്തെ ബൗട്ടിൽ തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 50, 53, 65 അങ്ങനെയാണ് വെയിറ്റ് ക്ലാസ് കൊടുത്തിരിക്കുന്നത്. ആ വെയിറ്റ് ക്ലാസ്സിൽ വിനീഷ് തിരഞ്ഞെടുത്താണ് 50 കിലോ. കാര്യം അതിന് മുൻപ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്തിം എന്ന് പറഞ്ഞ കുട്ടി 53-ലെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വന്നു. ഈ അന്തിം 53-ൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോയി. അപ്പോൾ ഇതിലൊന്നും ട്രയലിൽ വിനീഷ് പോയിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അന്തിം വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോയിട്ട് അവിടെ ബ്രോൺസ് മെഡൽ കിട്ടിയപ്പോൾ വേൾഡ് ഫസ്റ്റ്, സെക്കൻഡ് 2 ബ്രോൺസ് ഓട്ടോമാറ്റിക്കായിട്ട് ഒളിമ്പിക്സിന് ക്വാളിഫൈ ചെയ്യും. അങ്ങനെ അന്തിം 53 കിലോയിൽ ക്വാളിഫൈ ചെയ്തു. ക്വാളിഫൈ ചെയ്തിട്ടും പണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നരസിംഗ് യാദവ് ഒളിമ്പിക്സിന് ക്വാളിഫൈ ചെയ്തു. പക്ഷേ 6 മാസം കഴിഞ്ഞാണ് ഒളിമ്പിക്സ് വന്നതുകൊണ്ട് അന്ന് സുശീൽ കുമാർ ആർഗ്യൂ ചെയ്തു, ട്രയൽ നടത്തണം, എനിക്കിറങ്ങണം. അപ്പോൾ അന്ന് കോടതിയിൽ പോയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അവർ രണ്ടുപേരും കോടതിയിൽ പോയി. അപ്പോൾ കോടതി എന്ന് പറഞ്ഞാൽ ആരാണ് ക്വാളിഫൈ ചെയ്ത് അവർ കളിക്കട്ടെ. റെസ്ലിംഗ് ഫെഡറേഷൻ അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം റെസ്ലിംഗ് ഫെഡറേഷൻ എന്ത് ചെയ്തു, അതിലും കാര്യമുണ്ട്. 6 മാസം മുമ്പ് ക്വാളിഫൈ ചെയ്തെങ്കിലും ആ ക്വാളിഫിക്കേഷൻ കിട്ടിയ രാജ്യത്തിനാണ്. പക്ഷേ 6 മാസത്തിൽ കഴിഞ്ഞുള്ള ഒരു ഒളിമ്പിക്സിന് പോകുമ്പോൾ അപ്പോഴാ വെയിറ്റിൽ ഭാരതത്തിൽ, ഇന്ത്യയിൽ ആരാണ് യോഗ്യ അവർ പോകണം. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തു ഈ പറഞ്ഞ പോലെ ട്രയൽ പങ്കെടുക്കണം. ആ ട്രയൽ നടത്തിയേക്ക ഇപ്പോഴത്തെ സായി തന്നെ ട്രയൽ നടത്തി. അന്ന് വിനീഷ് പോയിട്ട് 53 കളിച്ചില്ല. കാര്യം ഈ കുട്ടിയുണ്ട്, ഏതെങ്കിലും ഒന്നിലേ കളിക്കാവൂ. അപ്പോൾ 53-ൽ കളിക്കാതെ 50-ൽ കളിച്ചിട്ടാണ് ക്വാളിഫൈ ചെയ്ത് പോയത്. നല്ല കാര്യമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചോളം 50-ൽ വളരെ ഫിറ്റായിരുന്നു. 100 ഗ്രാം കുറയാത്ത കാര്യത്തിൽ അത് അവർ പറഞ്ഞത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ വളരെ ഫിറ്റായിരുന്നു. ആ 3 മത്സരം കണ്ട് വെയിറ്റ് കൂടും, വെയിറ്റ് എല്ലാവർക്കും കൂടും. മത്സരത്തിൽ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെയിൻ കൊടുക്കുമ്പോൾ നല്ല ഈ പറഞ്ഞ പോലെ പിന്നെ ഒന്നുമില്ലാത്ത ആഹാരമൊന്നും കഴിക്കാതെ വെയിറ്റ് കൊടുക്കുന്നത്. ആ വെയിറ്റ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യം ക്രമേണ ആഹാരം കഴിക്കും. ഓരോ മത്സരം കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിനുള്ള ഗ്യാപ്പ് വരുമ്പോൾ വീണ്ടും പ്രോട്ടീൻ ഉള്ള ആഹാരം കഴിക്കുക, എനർജി വീണ്ടെടുക്കുക, അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അതാണ്. അങ്ങനെ തന്നെയാണ് അത്. എന്നാലും പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യേണ്ടത് അവരവരുടെ കാര്യമാണ്. ഈ സിസ്റ്റം റൂളാണ്. റൂൾ എല്ലാവർക്കും ആയതുകൊണ്ട് നമുക്കതിനകത്ത് തിരിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് കിട്ടേണ്ടതായിരുന്നു എന്ന് പറയാം. പക്ഷേ എന്തായാലും ക്വാളിഫൈ ചെയ്യാതെ കിട്ടാൻ ടെക്നിക്കൽ സൈഡ് കൂടെ നമ്മൾ നോക്കുമ്പോൾ ക്വാളിഫയർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ബന്ധം സംഭവിച്ചത്. അപ്പോൾ നിലവിൽ എന്തായാലും മെഡൽ കിട്ടിയില്ല, ഫോഗട്ടിന് മെഡൽ കിട്ടിയില്ല. പക്ഷേ ഈ ഒരു വിനേഷ് ഫോഗട്ടിൻ്റെ പ്രകടനം ഈ ഗുസ്തി ലോകത്തിന് എത്രത്തോളം പ്രചോദനം നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ പെൺകുട്ടികളുടെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക. പെൺകുട്ടികൾ കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലും പെൺകുട്ടികൾ നല്ല പ്രകടനമാണ്. ആൺകുട്ടികൾ മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഞാൻ നോക്കണം 6 വെയിറ്റ് ക്ലാസ്സാണ് ഒളിമ്പിക്സിലുള്ളത്. അതിൽ 5-ലും പെൺകുട്ടികൾ ക്വാളിഫൈ ചെയ്തു, ഇൻ്റർനാഷണലിൽ ക്വാളിഫൈ ചെയ്തു. ചെറിയ കേസല്ല, 5 വെയിറ്റ് ക്ലാസ് ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ഇവരുടെ ഭാവിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭാരതത്തിന് മെഡൽ കിട്ടാൻ സാധ്യത ഉള്ളത്. പക്ഷേ ഒരാണ് ക്വാളിഫൈ ഉള്ള അയാൾ മെഡൽ വന്നു എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് കൂടുതൽ പേർ ക്വാളിഫൈ ചെയ്തതിനെ ദീപക് വിനയ പേരുള്ളവർ ഈ ക്വാളിഫയിങ് റൗണ്ട് നടക്കുന്ന സമയത്ത് അന്ന് ദുബൈയിൽ വെള്ളം കയറിയ കാലം ഫ്ലൈറ്റെല്ലാം ക്യാൻസൽ ചെയ്തപ്പോൾ അവർക്ക് പോയി എത്താൻ പറ്റിയില്ല, ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ കൂടുതൽ പേര് ആണുങ്ങളും ക്വാളിഫൈ ചെയ്തതിന്. അതിനകത്ത് 1-2 പേര് നല്ല ഗുസ്തിക്കാരുണ്ടായിരുന്നു. അവർക്ക് നിർഭാഗ്യപരമായ ഒരു കാലാവസ്ഥ അന്ന് അവിടെ പോകാനോ ക്വാളിഫൈ ചെയ്യാനോ പറ്റാത്തതുകൊണ്ടാണ് കൂടുതൽ ആണുങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ വന്നില്ല. ഈ ക്വാളിഫൈ ചെയ്ത ആൾ ഒട്ടും മോശമില്ല. ഞാൻ പറഞ്ഞല്ലോ സിൽവർ മെഡലായിരുന്ന ഒളിമ്പിക്സിന് രവി ദഹിയെ തോൽപ്പിച്ച്
പോയതാണ്. നമുക്ക് ഒരു പ്രതീക്ഷ ഉള്ളത് തന്നെയായിരുന്നു. എന്നിരുന്നാലും അയാളുടെ ഈ സെമി ഫൈനൽ മത്സരം കണ്ടപ്പോൾ എന്തായാലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 10-0 പുറത്തായി പോവുകയാണ്. വളരെ ഒരു ആക്റ്റീവായിട്ടുള്ള ഗുസ്തിക്കാരനാണ്. 21 വയസ്സേ ഉള്ളൂ. നമ്മുടെ ഭാവി വീണ്ടും അമനിൽ ഒളിമ്പിക്സിന് മെഡൽ വരുമെന്നാണ് വിശ്വാസം. ഇപ്പോൾ ഇത്രയും ഇന്ത്യയിൽ ഈ ചർച്ച വരാനുള്ള കാര്യം തന്നെ 50 കിലോയിൽ ആദ്യത്തെ ദിവസം വിനീഷ് ഫോഗട്ടിൻ്റെ പ്രകടനം തന്നെയാണ്. അത്ര നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് ആ സെമി ഫൈനലിലോട്ട് കടന്നു. പക്ഷേ ഒരു കടമ്പ ഉള്ളത് വെയിങ്ങിനുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല. അത് കടന്നിട്ട് എന്തേ അത് കൊടുത്തില്ല എന്നുള്ള ചോദിക്കുന്നതിന് അത്ര നല്ലൊരു പ്രകടനം ആ കുട്ടി കാഴ്ചവെച്ചുകൊണ്ടാണ് ഇത്രയും രീതിയിലുള്ള ചർച്ച വരാം. വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ജയിച്ചിരുന്നെങ്കിൽ ഇത് പറയില്ല, അത് വളരെ കഷ്ടപ്പെട്ടല്ലേ അങ്ങനെയല്ല, നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഈ വരുന്ന തലമുറയ്ക്ക് ഗുസ്തിക്കാർക്ക് തന്നെ പെൺകുട്ടികൾക്ക് തന്നെ കൂടുതൽ പ്രചോദനമാവുന്ന ഒരു പ്രകടനം തന്നെയാണ് ആദ്യത്തെ ദിവസം വിനീഷ് ഫോഗട്ട് കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് പിറ്റത്തെ ഒരു ഡിസ്ക്വാളിഫൈ ആയപ്പോൾ അടുത്ത ദിവസം ഡിസ്ക്വാളിഫിക്കേഷൻ കണ്ടപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും നിരാശ തോന്നിയ കാര്യം അതാണ്. അപ്പോൾ അതിൻ്റെ റൂൾ ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞുകൂടെങ്കിൽ നമ്മളെന്തായാലും ഒറ്റ വാക്കി പറയാൻ കിട്ടേണ്ടതാണ്. പക്ഷേ 100 ഗ്രാം കുറച്ചിരുന്നെങ്കിൽ ആരും പറയാതെ സിൽവർ മെഡൽ. പക്ഷേ എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ 100 ഗ്രാം കുറച്ച് ഇറങ്ങിയിരുന്നെങ്കിൽ ഗോൾഡിന് അർഹയായിരുന്നു വിനീഷ് ഫോഗട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നിർഭാഗ്യകരമായിട്ട് ആ വെയിറ്റ് കുറച്ചില്ല. വെയിറ്റ് കുറയ്ക്കാത്തതുകൊണ്ട് മാത്രം അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ്റെ UWWയുടെ റൂൾ അനുസരിച്ച്, ടെക്നിക്കൽ റൂൾ അനുസരിച്ച് ഡിസ്ക്വാളിഫിക്കേഷനാണ് സംഭവിച്ചത്.